ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ അതെ, നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുമല്ലോ ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ച് സ്വന്തമാക്കാൻ പറ്റി നല്ല മോഡലുള്ള ഒരു വണ്ടി ചോദിച്ചു വന്നവർക്കായിട്ട്. ഈ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2016 മോഡൽ ഇയോണാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വെറും 54,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. പക്ക ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പെയർ കീക്ക് ഈ വണ്ടിയുടെ അവൈലബിൾ ഉണ്ടോ? വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിൽ വണ്ടി തിളങ്ങിയാണ് നിൽക്കണേ. സാധാ ഇയോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടോപ്പ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതും പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ള, സ്റ്റിക്കർ അല്ല. വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴേ വണ്ടിയുടെ ക്യൂട്ട്നെസ് കാണാൻ പറ്റും. ചെറിയൊരു ഐഡിയൽ ഫാമിലി കാറാണ് നമ്മുടെ ഇയോൺ വരുന്നത്. അപ്പോൾ ഈ സൈഡിലേക്ക് പോവാം. ഇത് ടോപ്പിന്റെ വേരിയന്റ് വാഹനം ആയതുകൊണ്ട് ടയർ സൈസിൽ തന്നെ വ്യത്യാസമുണ്ട്. വണ്ടിയുടെ ടയർ സൈസ് 13 ഇഞ്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൈഡിൽ നോക്കുമ്പോൾ ഒരു ഫില്ലിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഓൾറെഡി. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. കമ്പനി സ്റ്റീരിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ ചിൽഡ് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സീറ്റൊക്കെ കമ്പനി സീറ്റാണ് വന്നിട്ടുള്ളത്. അതൊക്കെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ബോഡി ഷേപ്പ് നോക്കുമ്പോഴേ അത്യാവശ്യം നീറ്റായിട്ടുള്ള ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ബാക്കിലേക്ക് പോകുമ്പോഴേ ഇവിടെ മാഗ്ന എന്നുള്ള വേരിയന്റ് ബാഡ്ജിങ് കാണാം. അതുപോലെ ഹുണ്ടായി പോപ്പുലർ, ഹുണ്ടായി എന്നുള്ള ആ ഒരു ബാഡ്ജിങ്, ഇയോൺ എന്നുള്ള ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ്ലി കൊണ്ടുവരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. സൈഡ് നോക്കുമ്പോഴേ ഇവിടെ വേറെ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല. ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ വാഹനത്തിന് എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള എഞ്ചിൻ റൂമാണ് വന്നിട്ടുള്ളത്. വേറെ അഴുക്കോ ചെളിയോ കാര്യങ്ങളൊന്നും കാണാനായിട്ടില്ല. പേസ്റ്റിങ്ങുകളൊക്കെ ആയാലും പക്ക പ്രോപ്പർ പേസ്റ്റിംഗ് ആണ്. ബോണറ്റിന്റെ പേസ്റ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഈ വണ്ടി മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് നല്ല ഐഡിയൽ ഒരു വാഹനമാണ്. ചെറിയ ഡൗൺ പേയ്മെന്റും ചെറിയ EMI അടച്ച് നമുക്ക് വാഹനം കൊണ്ടുനടക്കാൻ സാധിക്കും. മാക്സിമം ഫിനാൻസ് ചെയ്ത് തരാം കേട്ടോ. നല്ല സിബിൽ സ്കോർ ഉള്ളവർക്ക് വളരെ ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് വരുള്ളൂ. അപ്പോൾ ഈ വാഹനം കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.